കൊല്ലം ജില്ലയിലെ മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട് ഹിൽസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കൊല്ലം ജില്ലയിലെ കഴുതുരുട്ടി എന്ന സ്ഥലത്തു നിന്നും 10 കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോഴാണ് തേയിലത്തോട്ടങ്ങളും മറ്റ് കൃഷിത്തോട്ടങ്ങളും ഉൾപ്പെടുന്ന പ്രകൃതി രമണീയമായ മനോഹരങ്ങളായ അമ്പനാട് കുന്നുകളിലെത്തുന്നത്. പ്രകൃതി ഭംഗിക്ക് പുറമെ പോകുന്ന വഴിയിലുള്ള ചെറിയ അരുവികളും കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും നമുക്കേറെ സന്തോഷം പകരുന്ന കാഴ്ചകളാണ്. പ്രധാനമായും 2 റൂട്ടുകൾ വഴിയാണ് അമ്പനാടേക്ക് പോകുന്നത്. പുനലൂരിൽ നിന്നും അലിമുക്കിലെത്തി മാമ്പഴത്തറ വഴി അമ്പനാടേക്ക് പോകുന്നതാണ് അവയിലൊന്ന്. അച്ചൻകോൽ വനത്തിന്റെ ഭംഗിയും മറ്റ് സുന്ദരങ്ങളായ കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ടുള്ള അതിമനോഹരമായ ഒരു യാത്രയാണിത്. തെന്മല കഴിഞ്ഞുള്ള കഴുതുരുട്ടിയിൽ എത്തിയിട്ട് പോകുന്നതാണ് 2ാമത്തെ റൂട്ട്. തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവർ ഈ റൂട്ട് വഴിയാണ് അമ്പനാടേക്ക് പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ നിന്നും തിരുവനന്തപുരം തെങ്കാശി പാതയിലെ മടത്തറ എത്തി കുളത്തൂപ്പുഴ തെന്മല കഴുതുരുട്ടി വഴിയാണ് നമ്മൾ അമ്പനാടേക്ക് പോകുന്നത്. മടത്തറ കഴിഞ്ഞാൽ ഒരുപാട് മനോഹരങ്ങളായ കാഴ്ചകളുണ്ടെങ്കിലും അതൊന്നും കാണുവാൻ നിൽക്കാതെ കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലിറങ്ങി ഭഗവാനെ ഒന്ന് തൊഴുത ശേഷം തെന്മല ഡാമിൻ്റെയും 13 കണ്ണർ പാലത്തിൻ്റെയും സമീപത്ത് കൂടി കഴുതുരുട്ടിയിലെത്തി. തെന്മല ഭാഗത്തു നിന്ന് വരുന്നവർ കഴുതുരുട്ടിയിലെത്തി ഇടത് ഭാഗത്തേക്ക് തിരിയണം. ആര്യങ്കാവ് ഭാഗത്തു നിന്ന് വരുന്നവർ വലതുവശത്തേക്കും. നമ്മൾ കഴുതുരുട്ടിയും കിടന്ന് കുറച്ച് മുന്നോട്ട് പോയ ശേഷം പിന്നെ തിരികെ വരികയാണ് ഉണ്ടായത്. കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയിലുള്ള ഒരു പാലത്തിനടിഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. കഴുതുരുട്ടി കഴിഞ്ഞ് കുറച്ച് സഞ്ചരിക്കുമ്പോൾ തന്നെ റബ്ബർ തോട്ടങ്ങളും മറ്റ് കൃഷിയിടങ്ങളും മലനിരകളുമൊക്കെ ദൃശ്യമായി തുടങ്ങും. വഴി മനസ്സിലാക്കുവാൻ ദിശാ ബോർഡുകളൊന്നും ഇല്ലാത്തതും ചോദിച്ചു പോകുവാൻ നാട്ടുകാരെ ഒന്നും കാണാത്തതും കുറച്ച് വിഷമമുണ്ടാക്കിയെങ്കിലും വഴി ചോദിക്കുവാൻ നമുക്കൊരാളെ കിട്ടി. അങ്ങനെ നമ്മൾ നേരെ വിട്ടുപോയപ്പോൾ തമിഴ് ശൈലിയിലുള്ള മനോഹരമായി പെയിന്റടിച്ച ഒരു ചെറിയ ക്ഷേത്രം കണ്ടു. കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ ആര്യങ്കാവ് പഞ്ചായത്തിലാണ് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച തേയിലത്തോട്ടവും റബ്ബർ തോട്ടവും ഉൾപ്പെടുന്ന അമ്പനാട് ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. മിനി മൂന്നാറെന്നും കൊല്ലം ജില്ലയുടെ മൂന്നാറെന്നും ഒക്കെ അറിയപ്പെടുന്ന അടുത്ത കാലം വരെ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഇവിടെ ഇപ്പോൾ സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. കാടിന്റെ ശാന്തതയും അമ്പനാട് കുന്നുകളുടെയും തേയിലത്തോട്ടങ്ങളുടെയും പച്ചപ്പും ചെറിയ അരുവികളും നീർച്ചാലുകളും പിന്നെ കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളും ഒക്കെയാണ് അമ്പനാട് കുന്നുകളിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഇതാണ് അമ്പനാട് എസ്റ്റേറ്റിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഒരാൾക്ക് 100 രൂപ വീതം അടയ്ക്കണം. കൂടാതെ പേരും ഫോൺ നമ്പരും വാഹനത്തിന്റെ നമ്പരും നൽകണം. ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡും പിന്നെ ഒരു പൊതുവിതരണ കേന്ദ്രവും മാത്രമാണ് ഇവിടെ കണ്ടത്. കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചപ്പോൾ ചെറിയൊരു കവലയിലെത്തി. ഇവിടെ ഒരു കൊച്ചു ക്ഷേത്രമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കടയുമുണ്ട്. വെള്ളമോ സ്നാക്സോ മറ്റെന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും വാങ്ങണം. ഇനി അങ്ങോട്ടൊന്നും കിട്ടില്ല. ഏക്കർ കണക്കിന് തേയിലത്തോട്ടങ്ങൾക്കൊപ്പം ഇവിടെ തേയില ഫാക്ടറിയുമുണ്ട്. ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിക്കാണ് തോട്ടങ്ങളുടെയും തേയില ഫാക്ടറിയുടെയും ഉടമസ്ഥാവകാശം. കാടും തോട്ടങ്ങളും ഒക്കെ കണ്ട് നമ്മൾ എത്തുന്നത് മനോഹരമായ ഒരു വ്യൂ പോയിന്റിലാണ്. ഇതാണ് അമ്പനാടത്തെ പ്രധാന വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കിയാൽ അമ്പനാട് മലനിരകളുടെ ഭംഗി ശരിക്കും ആസ്വദിക്കുവാൻ കഴിയും. മാത്രമല്ല താഴ്വരയിൽ പലതരത്തിലുള്ള വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന മനോഹരമായ കാഴ്ചകളും കാണാം. അങ്ങ് ദൂരെ കാണുന്നത് തേയില ഫാക്ടറിയാണ്. എന്തായാലും കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലക്കാർക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്ന ഒരു മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസാണ് അമ്പനാട്.